നമുക്ക് പല പ്രാവശ്യവും പല ആവശ്യത്തിനും നമ്മളെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ പല ആവശ്യത്തിനും നമ്മളെ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. മൊബൈലിൽ നിന്ന് എങ്ങനെ നമ്മളെ ലൊക്കേഷൻ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക? ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷെ പലർക്കും നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഈ ഒരു കാര്യം അറിയില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളെ മൊബൈലിൽ നിന്ന് മറ്റൊരാൾക്ക് നമ്മളെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാം? അതിനുള്ള 4 മെത്തേഡാണ് ഈ വീഡിയോ. 4 രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അറിയാത്ത ആൾക്കാർ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ മെത്തേഡ് നമ്മളെ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മാപ്പാണോ ആ മാപ്പ് കൂടെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് നിങ്ങളെ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മളെ അക്കൗണ്ട്സ് ഒക്കെ ഇവിടെ കാണും. അതിൻ്റെ താഴെയായിട്ട് ലൊക്കേഷൻ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കോൺടാക്റ്റിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് ആ കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് വാട്സപ്പ് കൂടെയോ നോർമൽ മെസ്സേജ് ആയിട്ടോ ഏത് രീതിയിലും നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തത്, നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് കൂടെ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഏത് കോൺടാക്റ്റിലേക്കാണോ നിങ്ങൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ആ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ താഴെയുള്ള ഈ കൊക്കയും കൊടുത്ത് ഒന്ന് ഞെക്കിയാൽ ഇവിടെ ലൊക്കേഷൻ എന്നുള്ള ടാബ് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ കാണാം. ഷെയർ ലൈവ് ലൊക്കേഷൻ, സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ. ഇതിൽ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷനാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. ലൈവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്രയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ ടൈമിൽ എവിടെയുള്ളതെന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നുള്ള അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തെ വഴി, അത് നമ്മുടെ ഫേസ്ബുക്ക് കൂടെ, നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഫേസ്ബുക്ക് കൂടെ ഷെയർ ചെയ്യുക. അതിന് നമ്മൾ ഉപയോഗിക്കുക ഫേസ്ബുക്ക് മെസ്സഞ്ചറാണ്. മെസ്സഞ്ചർ കൂടെ വാട്സപ്പ് സെൻഡ് ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ. അതിന് നിങ്ങൾ ഏത് കോൺടാക്റ്റ് ആണോ ആ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴെ ഇടത് ഭാഗത്ത് 4 ഡോട്ട് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൊക്കേഷൻ എന്നുള്ള ഐക്കൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഷെയർ ലൈവ് ലൊക്കേഷൻ ഉണ്ടാവും. അത് സെൻഡ് ഉണ്ടാവും. അവിടെ ഈ ചുവന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ പിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മളെ കറണ്ട് ലൊക്കേഷൻ പിൻ ചെയ്ത് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 വഴി നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി 4ാമത്തെ വഴി എന്നുള്ളത്, നിങ്ങളിപ്പോൾ ഒരു പ്രത്യേക സ്പേസിലുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിൽ നമുക്ക് നമ്മളെ ലൊക്കേഷൻ ആഡ് ചെയ്യാം. അതെങ്ങനെ ചെയ്യേണ്ടത്? അതിന് നിങ്ങളെ ക്യാമറയിൽ ചെറിയൊരു സെറ്റിങ്സ് മാറ്റം വരുത്തണം. ക്യാമറ ഓപ്പൺ ചെയ്യുക. ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓരോ ഫോണിലും ഓരോ ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ 3 കുത്ത് വരനൊന്നും പറയാത്ത. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ GPS ടാഗിംഗ് എന്നുള്ളത് ഒന്ന് എനേബിൾ ആക്കിയിടുക. എനേബിൾ ആക്കിയതിന് ശേഷം നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ അത് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാർക്ക് കാണാം. ഞാൻ ഗാലറി പോയിട്ട് ആ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഗാലറിയിൽ ആ ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ എടുക്കുക. ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്ത ഓപ്ഷൻസ് വരും. അതിൽ ഫോട്ടോൻ്റെ ഡീറ്റെയിൽ കാണിക്കും. ഡീറ്റെയിൽ നമുക്കിവിടെ അതിൻ്റെ ലൊക്കേഷനും ആഡായത് കാണാനാവും. ഇങ്ങനെ 4 വഴിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെയും വഴികളുണ്ട്. സാധാരണക്കാരന് ഉപയോഗിക്കുക ഇതൊക്കെ മതി. അതുകൊണ്ടാണ് ഈ 4 വഴി പറഞ്ഞത്. അപ്പം ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുകയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു 1-2 സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.